ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിശാഖം. അപ്പോൾ ഇന്നത്തെ പായസം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പായസത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സേമിയ വെച്ചിട്ടുള്ളൊരു പായസമാണ്. സേമിയയും പഴുത്ത മാങ്ങയും ചേർത്തുള്ളൊരു പായസമാണ്. മാമ്പഴ സേമിയ പായസം. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ നല്ല നൈസായിട്ടുള്ള സേമിയ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയുണ്ട്. അതുപോലെ ഇതാ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസം. ഈ മാങ്ങ കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയം വേണ്ടു. അപ്പോൾ ഇതേ ഞാനൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെക്കട്ടെ. ഞാനിത് ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട് ഞാൻ ഇതേ ബൗളിൽ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാല് നല്ലപോലെ തിളക്കട്ടെ. പാല് ഇതേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയാണ്. അപ്പം നമ്മളൊന്നും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേവും ഈ സേമിയ. ഇനി ഈ സേമിയ ഒന്ന് ഇതിൽ നിന്ന് വേവട്ടെ. വെന്തിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. സേമിയ ഇതാ പാലിൽ കിടന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിതിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. പഞ്ചസാര അതിന് കണക്കാക്കിയിട്ടേ ഇട്ടിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ. ഞാനിതാ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതേപോലെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മാങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസം. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച സേമിയ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മാംഗോ ഇല്ലേ, മാംഗോ പ്യൂരി, അത് ചേർത്ത് കൊടുക്കാവേ. മാങ്ങക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. ഞാനിത് മൊത്തം ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇത് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാൻ ആ മാങ്ങ മൊത്തം ഇതിലോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. മാങ്ങക്ക് കളർ കുറവാണ്, പക്ഷേ വീഡിയോയിൽ കളറില്ലേ. ശരിക്കും കാണാൻ നല്ല കളറുണ്ട്, യെല്ലോ കളറാണ്. അങ്ങനെ ഇതാ മാമ്പഴ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.